ഹായ് ഗൈസ്, വെൽക്കം ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാത്തതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഈ 10 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ 10 ക്വസ്റ്റ്യൻസ് പറയും. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അധികം ലാഗ് ഒന്നും അടുപ്പിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is a chemical changes? നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിലുള്ള ഏത് ഓപ്ഷൻ ആണ് കെമിക്കൽ ചേഞ്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? വാട്ടർ ബിക്കെയിം ഐസ്, അല്ലെ? വാട്ടർ ഐസ് ആയി മാറുന്നു. അത് നമുക്കറിയാം. വാട്ടർ ഐസ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസിനെ നേരെ എന്തിലോട്ടാക്കാൻ പറ്റും? വാട്ടറിലോട്ടാക്കാനായിട്ട് പറ്റും, അല്ലെ? അതപ്പോ കെമിക്കൽ ചേഞ്ചസ് അല്ലല്ലോ, അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ബേണിംഗ് ഓഫ് ഫയർവുഡ്, ഫയർവുഡ് കത്തിച്ചാൽ നമുക്കറിയാം, ഫയർവുഡ് കത്തിച്ച് ആഷ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊരിക്കലും എന്താക്കാൻ പറ്റില്ല, എഗെയിൻ അതൊരു വുഡൻ ബ്ലോക്ക് ആക്കി മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അതെന്താണ്, കെമിക്കൽ ചേഞ്ചസ് ആണ്, അല്ലെ? അതെന്താണ്, കെമിക്കൽ ചേഞ്ചസ് ആണ്. ഇനി അടുത്ത എന്താടാ? മെൽറ്റിംഗ് ഓഫ് വാക്സ്, അല്ലെ? വാക്സ് മെൽറ്റ് ആവുന്നു. വാക്സ് മെൽറ്റ് ആവുന്ന പറയുമ്പോൾ നമുക്കറിയാം വാക്സിന് നമുക്ക് പല പല ഷേപ്പിലോട്ട് ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതെന്താണ്, ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി വാട്ടർ ബിക്കെയിംസ് വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ ആയി പോകുന്നു. നമുക്കറിയാം വാട്ടർ ഏതൊക്കെ ഫോമിലായിട്ടുണ്ടെങ്കിലും നമുക്ക് തിരിച്ച് അതിനെ നേരെ വാട്ടറിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതെന്താണ്, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ഇതിൽ ഏതാ കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് ഏതാണ്? ബേണിംഗ് ഓഫ് ഫയർവുഡ് ആണ് കെമിക്കൽ ചേഞ്ച്. കാരണം അതിനെ അഗെയിൻ നമുക്ക് എന്തിലോട്ട് മാറ്റാനായിട്ട് പറ്റില്ല, വുഡൻ ബ്ലോക്കിലോട്ട് ആക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ്. ആദ്യം നോക്കാം, മെർക്കുറി സെൽ. മെർക്കുറി സെൽസിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മെർക്കുറി സെല്ല് വാച്ചസിലും കാൽക്കുലേറ്റേഴ്സിലും ആണ് മെർക്കുറി സെൽസ് യൂസ് ആക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. നമുക്കൊരു സെല്ല് തന്നിട്ടുണ്ട്, അത് എവിടെയാണ് യൂസ് ആക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ അതേപോലെ നമ്മൾ രണ്ടാമത്തെ സംഭവം ഫില്ല് ചെയ്യണം. രണ്ടാമത്തത്, ലാപ്ടോപ്സും മൊബൈൽ ഫോണില് ഏത് സെല്ലാണ് യൂസ് ആക്കുക എന്നാണ് ചോദ്യം. ഏത് സെല്ലാണ് ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും യൂസ് ആക്കുക? ലീഥിയം അയോൺ സെൽസ് ആണ് ലാപ്ടോപ്പിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും യൂസ് ആക്കാം. ഓക്കെ, ഇത് ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ സെൽസും അതുപോലെ തന്നെ അതിന്റെ യൂസേജ് എന്നുള്ള ഒരു ബോക്സ് ഇല്ലേ, അതെല്ലാം നല്ലവണ്ണം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തതിലോട്ട് കിടക്കാം. Write the name of the process by which copper is coated on a iron ring. B question, this process is a electrochemical reaction. Explain. എന്താണ് നമ്മുടെ ചോദ്യം? കോപ്പർ എനിക്ക് അയേൺ റിങ്ങുകൾ പ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അത് എങ്ങനെയാണ് ആക്കുക? ആ ഒരു റിയാക്ഷനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ആണ്, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്കറിയാം, റൈറ്റ് ദ നെയിം ഓഫ് ദി പ്രോസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? കോപ്പർ അയേൺ റിങ്ങുമ്മലേക്ക് പ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത്? ആ പ്രോസസ്സിന്റെ പേരെന്താണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്, അല്ലെ? ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഒരു മെറ്റലിന്റെ ലെയർ വേറൊരു മെറ്റലിലോട്ട് പ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസിങ് ഇലക്ട്രിസിറ്റി, ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? ദിസ് പ്രോസസ് ഈസ് എ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. എക്സ്പ്ലെയിൻ. ഈ പ്രോസസ് ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ആണ്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ആക്കിക്കൊണ്ട് നടക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത്? ഇതൊരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ, അല്ലേ? അപ്പൊ നമുക്കത് എഴുതി കൂടെ? ഹിയർ electricity is used. Electricity is used. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനിൽ പെടുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണേ, നോക്കിക്കേ. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റലിന്റെ ഒരു ലെയർ വേറെ ഒരു മെറ്റലിലോട്ട് കോട്ട് ചെയ്യുക, എന്തുപയോഗിച്ചുകൊണ്ട്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ ഓൺ ആൻ അയേൺ ബാങ്കിൾ?
അപ്പൊ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ എഴുതാം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താടാ? ഇറ്റ് ഈസ് ദ കോട്ടിംഗ് ഓഫ് one metal over the surface of another metal using എന്തുപയോഗിച്ചുകൊണ്ടാണ്? യൂസിങ് ഇലക്ട്രിസിറ്റി അല്ലെ? യൂസിങ് ഇലക്ട്രിസിറ്റി. ഇനി ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ഇവിടെ യൂസ് ആക്കുന്നത് എന്നാണ് ചോദ്യം. കോപ്പർ ഒരു അയോൺ ബാങ്കിലോട്ട് എനിക്ക് കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ആക്കുന്നത് എന്നാണ് ചോദ്യം. ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ആക്കേണ്ടത്, യൂസ് ആക്കേണ്ടത്? നമുക്കറിയാം കോപ്പർ ആണ് അയോൺ ബാങ്കിലോട്ട് കോട്ട് ചെയ്യേണ്ടത് അല്ലെ? കോപ്പറിനെയാണ് നമ്മൾ എന്തിലോട്ട് കോട്ട് ചെയ്യേണ്ടത്? അയോൺ ബാങ്കിലോട്ട് കോട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം, ഞാൻ എളുപ്പ വഴി ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കോപ്പർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരാളാണ്, നല്ല ഭംഗിയുള്ള സുന്ദരകുട്ടപ്പനാണ്. അയാളാണ് നമുക്ക് അയോണിലോട്ട് എന്ത് ചെയ്യേണ്ടത്? കോട്ട് ചെയ്യേണ്ടത്. അപ്പൊ സുന്ദരകുട്ടപ്പനക്ക് നമ്മൾ എന്ത് കൊടുത്തു? പോസിറ്റീവ് ചാർജ് കൊടുത്തു. ആൻഡ് ഓൾസോ കോട്ട് എന്തിലാണോ ചെയ്യപ്പെടേണ്ടത് അയാൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? നെഗറ്റീവ് ചാർജ് കൊടുത്തു. അപ്പൊ ആരുടെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക? പോസിറ്റീവ് ചാർജ് ഉള്ള ആളുടെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ്? CuSO4 ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അത് സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിൽവർ ഈസ് ഇലക്ട്രോപ്ലേറ്റഡ് ഓൺ കോപ്പർ റിംഗ്. കോപ്പർ റിംഗുമേലേക്ക് സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഹിയർ? വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് സൈഡ് ഓഫ് ദി ബാറ്ററി? സിൽവർ നമ്മൾ കോപ്പർ റിംഗുമേലേക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഏത് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക? ആൻഡ് ഓൾസോ ആരെ ആയിരിക്കും പോസിറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സിൽവർ ആണ് കോപ്പറിലോട്ട് പ്ലേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ സിൽവർ ആണ് നമ്മുടെ സുന്ദരകുട്ടൻ. അപ്പൊ അയാൾക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ കോപ്പറിന് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററി മേൽ ആരെയായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക? സിൽവറിനെ ആയിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും, അതിന്റെ സൈനൈഡ് സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ എടുക്കുക അല്ലെ? അപ്പൊ ഏത് സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുക? സിൽവർ സൈനൈഡും സോഡിയം സൈനൈഡ് സൊല്യൂഷനും ആണ് എടുക്കുക. എ മിക്സ്ചർ ഓഫ് സിൽവർ സൈനൈഡ് ആൻഡ് ഓൾസോ സോഡിയം സൈനൈഡ് സൊല്യൂഷൻ ആണ് എടുക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, some medicines and chemicals are stored in dark colored bottle. What is the reason behind it? നമുക്കറിയാം ചില മെഡിസിൻസും അതുപോലെ തന്നെ ചില കെമിക്കൽസും ഒക്കെ എന്ത് ചെയ്യും? ഡാർക്ക് കളർ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? നമുക്കറിയാലേ, ചില മെഡിസിൻസ് ഒക്കെ എന്തിനായിട്ട് റിയാക്ട് ചെയ്യും? ലൈറ്റിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാക്കും? വേറെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാർക്ക് കളർ ബോട്ടിലില് ആ കെമിക്കൽസിനെയും മെഡിസിനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഡാർക്ക് കളർ ബോട്ടിലില് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോവില്ല. ഓക്കെ, അപ്പോ അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നില്ലേടാ? ലൈറ്റ് പാസ് ചെയ്തിട്ട് നടക്കുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെമിക്കൽസിനെയും മെഡിസിൻസിനെയും എല്ലാം ഡാർക്ക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. From the statement given below, find the statement related to the chemical changes. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ചസിന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നോക്കിയേ. New substances are formed. No new substances are formed. ഒരു ന്യൂ സബ്സ്റ്റൻസസും ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. പെർമനന്റ് ചേഞ്ച് ആണ്. പെർമനന്റ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ചേഞ്ച് ആണ്. ടെമ്പററി ചേഞ്ച് ആണ്. ദാറ്റ് മീൻസ് സ്ഥിരമല്ലാത്ത ചേഞ്ച് ആണ്. അപ്പൊ നമുക്കറിയാം, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു പേപ്പറിനെ ഞാൻ കത്തിച്ച് ചാരമാക്കി. അപ്പൊ എനിക്കറിയാം പുതിയൊരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായി അല്ലെ? ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് അവിടെ ഉണ്ടായി. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റാ ശരി? ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്.
അല്ലേ? ആൻഡ് ഓൾസോ ആ ചാരമായ സംഭവം എനിക്കെടുത്ത് അഗെയിൻ പേപ്പർ രൂപത്തിലോട്ടാക്കാൻ പറ്റുമോ? ഇല്ലാലോ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ശരി? അതൊരു പെർമനന്റ് ചേഞ്ച് ആണോ ടെമ്പററി ചേഞ്ച് ആണോ? അഫ്കോഴ്സ് അതെന്താണ്? പെർമനന്റ് ചേഞ്ച് ആണ്. അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ചേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേടാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. Take a few crystal of potassium permanganate in a dry test tube. എന്ത് ചെയ്യാ? ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബില് ഒരു ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുക്കുക. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? KMnO4 ആണ് അല്ലെ? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുക്കുക. ഹീറ്റ് ദ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. ബ്രിങ് എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. എന്നാണ് ആ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ വായ ഭാഗത്തിലോട്ട് ഒരു കത്തി നിൽക്കുന്ന ചന്ദന തിരി എടുത്ത് കൊണ്ടുവരിക. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്താണ് നിരീക്ഷിക്കാനായിട്ട് പറ്റുക എന്നാണ് ചോദ്യം. നമുക്കറിയാം KMnO4 ഹീറ്റിനെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് ഡീകമ്പോസ് ചെയ്യും അല്ലെ? ഡീകമ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അത് സ്പ്ലിറ്റ് ആവും അല്ലെ? അതെന്ത് ചെയ്യോടാ? സ്പ്ലിറ്റ് ആകും. അപ്പൊ സ്പ്ലിറ്റ് ആവുമ്പോൾ നമുക്കറിയാം KMnO4 എന്താണ്? ഒരു പർപ്പിൾ കളർ അല്ലേടാ? ആ പർപ്പിൾ കളറൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ KMnO4ന്. അപ്പോ ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോ അവിടെ ഒരു ഗ്യാസും പ്രൊഡ്യൂസ് ആവുന്നില്ലേ? ആ ഗ്യാസിന്റെ പേരാണ് എന്ത്? ഓക്സിജൻ ഗ്യാസ് അല്ലെ? ഓക്സിജൻ ഗ്യാസും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഡു യു ഒബ്സർവ് എന്നാണ് ചോദ്യം. എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? ആ ചന്ദനത്തിരി നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റുക? ഒന്നുമില്ല, ഓക്സിജൻ ഗ്യാസ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ചന്ദനത്തിരി കൊണ്ടുവന്നിട്ട് ആ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ചന്ദനത്തിരി ആളിക്കത്തും. എന്താ പറയാ? ഇറ്റ് വിൽ ഫ്ലയേഴ്സ് അപ്പ്. എന്താ ചെയ്യുന്നത്? ആളിക്കത്തും. ഇറ്റ് വിൽ ഫ്ലയേഴ്സ് അപ്പ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, ഇറ്റ് വിൽ ഫ്ലയേഴ്സ് അപ്പ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. KMnO4 ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അത് ഡീകമ്പോസിഷൻ സംഭവിക്കും. എന്നിട്ട് അത് ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും? ഓക്സിജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഡീകമ്പോസിഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് KMnO4ന്റെ പർപ്പിൾ കളറൊക്കെ എന്ത് സംഭവിക്കും? നഷ്ടപ്പെടും. ഇതെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Take some silver bromide in a dry watch glass. Wrap one of these with black paper and keep both in the presence of sunlight. Write the observation and give the reason for the change. എന്താ പറഞ്ഞിട്ടുള്ളത്? 2 വാഷ് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ് എടുക്കുക. സിൽവർ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം AgBr അല്ലെ? സിൽവർ ബ്രോമൈഡ് എടുക്കുക. ഒരു വാഷ് ഗ്ലാസ്സിലുള്ള സിൽവർ ബ്രോമൈഡ് ബ്ലാക്ക് കളർ ക്ലോത്ത് വെച്ച് മൂടുക. ഒരു ഗ്ലാസ്സിലുള്ള സിൽവർ ബ്രോമൈഡ് അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ 2 സിൽവർ ബ്രോമൈഡും നമ്മൾ കൊണ്ട് എന്ത് ചെയ്യുക? സൺലൈറ്റിന്റെ ഒരു പ്രസൻസിൽ വെക്കാം കുറച്ചു നേരം. അപ്പോ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ സംഭവിക്കുക? നമുക്കറിയാലേ, ബ്ലാക്ക് കളർ വെച്ച് മൂടിയിട്ടുള്ള ആൾക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? അതിലൂടെ ലൈറ്റ് കടന്നു വരില്ല അല്ലേ? അതിലൂടെ എന്ത് ചെയ്യില്ല? ലൈറ്റ് കടന്നു വരില്ല. ബ്ലാക്ക് കളർ വെച്ച് മൂടിയത് കൊണ്ട് അതിലൂടെ ലൈറ്റ് കടന്നു വരില്ല. അതേസമയം ബ്ലാക്ക് കളർ ഒന്നും വെച്ച് മൂടാത്ത, ബ്ലാക്ക് കളർ തുണിയും വെച്ചൊന്നും മൂടാത്ത നമ്മുടെ AgBrന് എന്താ സംഭവിക്കുക? അതിന്റെ കളറ് യെല്ലോയിഷ് കളർ ആയിരിക്കും. സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് പറ്റോടാ അതിന്? സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് പറ്റും? അതിന്റെ കളർ ഒരു ബ്ലാക്കിഷ് കളർ ആയിട്ട് മാറും അല്ലെ? ബ്ലാക്കിഷ് കളർ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ AgBr സ്പ്ലിറ്റ് ചെയ്യും. AgBr സ്പ്ലിറ്റ് ചെയ്തിട്ട് ആരൊക്കെയാവും? ഡീകമ്പോസിഷൻ സംഭവിക്കാന്നല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം. അപ്പൊ AgBr സ്പ്ലിറ്റ് ചെയ്തിട്ട് ആരൊക്കെയാവാ? Ag+Br2 ആകും. ഇവിടെ 2 Br ഉണ്ട്, അപ്പൊ ഇവിടെ 2 ഇട്ട് കൊടുക്കണം. ആൻഡ് ഓൾസോ ഇവിടെ 2Ag വന്നു. അപ്പൊ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്തായി? 2Ag_Br that gives 2Ag+Br2. തെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബ്ലാക്ക് കളർ ക്ലോത്ത് വെച്ച് മൂടിയിട്ടുള്ള ആൾക്കൊന്നും സംഭവിക്കില്ല. കാരണം അതിലൂടെ ലൈറ്റ് കടന്നു പോയില്ല. വെറുതെ ഇരിക്കുന്ന ആളുടെ മേത്തൂടെ ലൈറ്റ് ഒക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഡീകമ്പോസിഷൻ ചെയ്യും. ഡീകമ്പോസിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയിട്ട് എന്തൊക്കെയായിട്ട് മാറും? അത് 2Ag+Br2 ആയിട്ട് മാറും. ഓക്കെ, അതാണ് എന്ത് ചേഞ്ച് ആണ് നമുക്ക് കിട്ടാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ give the reason for the change. Give the reason for the change എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Here a photochemical reaction occur അല്ലെ? ഇവിടെ ഒരു photochemical reaction ഉണ്ടാവുന്നുണ്ട്. Photochemical reaction occurs. Okay, സെറ്റ് അല്ലേ? അതും കഴിഞ്ഞു.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, 10 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് എന്താ പറയാ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്ത് വല്ല ബോറടിക്കണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ആക്സസ് ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. 2 കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ ആസ്പദമാക്കിയിട്ട് തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കാൽസ്യം കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് ഒരു റിയാക്ഷൻ അല്ലേ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ഏതാ? കാൽസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹീറ്റ്. അതാണ് ദ സെക്കൻഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താടാ? മെൻഷൻ ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻ ഈച്ച് കേസ്. 2 കേസിലുമുള്ള റിയാക്ടന്റും പ്രൊഡക്റ്റിനും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ എന്താണ്? റിയാക്ടന്റ് ആണ്. റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അതെല്ലാം പ്രൊഡക്റ്റ് ആണ് അല്ലേ? അറിയുന്ന കാര്യമല്ലേ? അപ്പൊ റിയാക്ടന്റ് ആരാണ്? റിയാക്ടന്റ് ആരാടാ? കാൽസ്യം കാർബണേറ്റ് റിയാക്ടന്റ് ആണ്. പിന്നെ കാൽസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടറും റിയാക്ടന്റ് ആണ്. ഇനി പ്രൊഡക്റ്റ് ആരാ? ആരോ മാർക്കിന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആൾക്കാർ അല്ലേ? പ്രൊഡക്റ്റ് ആരൊക്കെയാ? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും then കാൽസ്യം ഹൈഡ്രോക്സൈഡ്. തെറ്റല്ലേ? ഏരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും? റിയാക്ടന്റ് ആയിരിക്കും. ഏരോ മാർക്കിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആരായിരിക്കും? പ്രൊഡക്റ്റ് ആയിരിക്കും. അത് നേരെ എടുത്ത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? which among these reaction is the endothermic and which among the reaction is exothermic reaction? അപ്പോ നമുക്കിവിടെ 2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 2 റിയാക്ഷൻസിൽ ഏത് റിയാക്ഷൻ ആണ് എക്സോതെർമിക് റിയാക്ഷൻ, ഏത് റിയാക്ഷൻ ആണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ ഏതാണ്, എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം അല്ലേ? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന റിയാക്ഷനെയാണ് എന്ത് പറയുക? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക അല്ലെ? ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്. അതേസമയം എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക. അപ്പൊ ഇവിടെ നോക്കിയടാ, ഫസ്റ്റ് റിയാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ടന്റ് സൈഡിലാണ് ഹീറ്റ് വന്നിട്ടുള്ളത്. റിയാക്ടന്റ് സൈഡിൽ ഹീറ്റ് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? അഫ്കോഴ്സ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇനി സെക്കൻഡ് റിയാക്ഷൻ ഏതാടാ? ഇവിടെ നോക്കിയേ, സെക്കൻഡ് റിയാക്ഷനില് പ്രൊഡക്റ്റ് സൈഡിലാണ് ഹീറ്റ് വന്നിട്ടുള്ളത്. എന്ന് വിചാരിച്ചാൽ എന്താണ്? ഹീറ്റിനെ ആ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ലിബറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലെ? അവിടുന്ന് പുറം തള്ളി വിട്ടു ഹീറ്റിനെ അല്ലെ? അപ്പൊ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും? ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ എന്താ പറയുക? അഫ്കോഴ്സ് അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെ? അപ്പൊ സെക്കൻഡ് റിയാക്ഷൻ ഏതാണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഞാനിതിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, പിന്നെ ബോർഡിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 1, 2 എന്നിട്ട് എഴുതിയേക്കുന്നത്. നിങ്ങൾ ഈ റിയാക്ഷൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിട്ട് പറയാം, ഫസ്റ്റ് റിയാക്ഷൻ ഈസ് ദി എൻഡോതെർമിക് റിയാക്ഷൻ ആൻഡ് ഓൾസോ ദ സെക്കൻഡ് റിയാക്ഷൻ ഈസ് ദി എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഞാൻ എഴുതി തന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വീഡിയോത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും നല്ലോണം പഠിച്ചിട്ട് എക്സാം ചെയ്താ. ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ ബൈ, സി യു.